ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചെറുപ്പക്കാർക്കിടയിൽ ഡ്രഗ്സ് സ്പ്രെഡ് ചെയ്ത് അവരെ മയക്കുമരുന്നിന് അടിമകളാക്കിയാണ് ഇവരുടെ ലക്ഷ്യം. ഇവൻ എന്തിനാ രാത്രി അടുക്കളയിൽ വന്ന് ഇവളോട് സംസാരിക്കുന്നേ? അവർക്ക് എല്ലാ ഏരിയയിലും ഡീലേഴ്സ് ഉണ്ട്. അവരെല്ലാം നിയന്ത്രിക്കുന്നത് എക്സ് ആണ്. ദുർഗെ, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. എന്താവശ്യം ഉണ്ടെങ്കിലും മടിക്കാതെ പറയണം. അഷിതേ പോലെ തന്നെ എന്റെ അനിയത്തിയാ ദുർഗെ. ശരി ചേച്ചി. ഇറങ്ങട്ടെ അങ്കിളെ, ഇറങ്ങട്ടെ. ശരി. ശരി എന്നാ. ശരി എന്നാ, ഓക്കെ. ആ നിങ്ങൾ ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല ചേച്ചി, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. ആ തെറ്റ് തിരുത്താൻ നിങ്ങൾ തയ്യാറാവണം. ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? നിങ്ങൾക്ക് ഈ ഡ്രഗ്സ് തരുന്നവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കണം. അവര് നമ്മുടെ രാജ്യത്തിന് ആപത്താണ്. നിങ്ങളെ പോലെയുള്ള കുട്ടികളെ ഇല്ലാതാക്കുകയാണ് അവരുടെ ലക്ഷ്യം. ചേച്ചി പറയുന്ന പോലെ ഞങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് ആരാ ഇത് തരുന്നത്? ഞങ്ങള് ഒരു നമ്പറിൽ വിളിക്കും. അവരപ്പോ സാധനം വാങ്ങാൻ ചെല്ലേണ്ട സ്ഥലത്തിന്റെ പേര് പറയും. അവിടെ ആരെങ്കിലും ഉണ്ടാവും. ഇത്തവണ അവരുടെ ഒരു മെയിൻ ആളാ വന്നത്. ആ അവന്മാരൊക്കെ എന്തോ പേര് പറഞ്ഞല്ലോ. എക്സ് അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. എക്സോ? ആ അതെ. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? അവരെ നമുക്ക് പിടിക്കണം. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചെല്ല്. അബീബ. ഹലോ, മേനോൻ സാർ വിളിച്ചിരുന്നു. നിന്റെ കാര്യത്തിൽ സാർ വളരെ ഡിസപ്പോയിന്റഡാ. അതെന്താ? നിന്നെ ഏൽപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം നീ മര്യാദക്ക് ചെയ്യുന്നുണ്ടോ? നിന്നെ ഏൽപ്പിച്ച ബിസിനസിന്റെ അവസ്ഥ എന്താ? വന്ന് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള അവസ്ഥയിലായി. നിന്റെ ഏരിയയിൽ എത്ര ആൾക്കാർ മരുന്ന് വിൽക്കുന്നുണ്ടെന്ന് നിനക്കറിയോ? ഞാൻ അത് നോക്കാൻ ഡീലേഴ്സിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഉടനെ നിന്റെ ഉത്തരവാദിത്തം തീരുവോ? എടാ, ആ ഡീലർമാര് ശരിക്കും ജോലി എടുക്കുന്നുണ്ടോ നോക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാ. മരുന്നെടുത്ത് ഡെത്തായാലും ആര് സമാധാനം പറയും? സിൻഡിക്കേറ്റിൽ മേനോ സാർ ആൻസർ ചെയ്യണ്ടേ? ഞാൻ ശ്രദ്ധിക്കാം. വേണ്ട. തെറ്റ് കാണിച്ച ഡീലർമാരെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അവരെ ഞാൻ ഡീൽ ചെയ്തോളാം. ദേ, മറ്റൊരു ജോലി ഏൽപ്പിക്കാനാണ് ഞാൻ നിന്നെ വിളിച്ചത്. എന്താ അത്? ഔട്ടർ സിറ്റിയിലെ 2 കോളേജുകളിൽ നീ സപ്ലൈ തുടങ്ങണം. ഔട്ടർ? ഞാനോ? അതെ, നീ തന്നെ. ഇതൊന്നും എന്റെ ജോലിയൊന്നുമല്ല. വെറുതെ എന്നെ ഓരോന്നും നിർബന്ധിക്കരുത്. നിർബന്ധിക്കുന്നില്ല, ആജ്ഞാപിക്കുന്നതേ ഉള്ളൂ. അത് നീ അനുസരിച്ചേ പറ്റൂ. അല്ലാതെ നിനക്ക് വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ ഇവിടെ പുതിയ ഡീലറെ വെക്കുന്നത് വരെ എല്ലാം നീ നേരിട്ട് തന്നെ ചെയ്യണം. ഓക്കേ? ഏയ്, ഹലോ ഹലോ.
ജോurnalist വിളിക്കുന്നുണ്ട്. അതാ ഞാൻ ഫോൺ ഇങ്ങോട്ട് വന്നത്. ഒരു മിനിറ്റ്. ഹലോ, പറഞ്ഞോളൂ. ഞാനൊരു ഇൻഫർമേഷൻ തരാനാണ് വിളിച്ചത്. പറയൂ. കോളേജുകളിലും മറ്റും ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്നത് എക്സ് എന്നൊരാളാണ്. അയാൾ മേനോന്റെ വലം കൈയാണ്. ചെറുപ്പക്കാർക്കിടയിൽ ഡ്രഗ്സ് സ്പ്രെഡ് ചെയ്ത് അവരെ മയക്കുമരുന്നിന് അടിമകളാക്കിയാണ് ഇവരുടെ ലക്ഷ്യം. ഇവൻ എന്തിനാ രാത്രി അടുക്കളയിൽ വന്ന് ഇവളോട് സംസാരിക്കുന്നേ? അവർക്ക് എല്ലാ ഏരിയയിലും ഡീലേഴ്സ് ഉണ്ട്. അവരെല്ലാം നിയന്ത്രിക്കുന്നത് എക്സ് ആണ്. എക്സിന്റെ ഐഡന്റിറ്റിയെ കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ? ഇല്ല. മേനോനും എക്സും എല്ലാം ഐഡന്റിറ്റി പുറത്തറിയാതിരിക്കാനാണ് ഇത്തരം പേരുകൾ സ്വീകരിച്ചിരിക്കുന്നത്. അവരെ കണ്ടുപിടിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും വിവരം കിട്ടിയാ ഉടനെ അറിയിക്കണം. ശരി, ബൈ. അയാൾ എന്താ പറഞ്ഞത്? അബിയുടെ കൂട്ടുകാര് പറഞ്ഞതും ഇപ്പൊ ജേർണലിസ്റ്റ് പറഞ്ഞതും ഒരേ കാര്യം. അതിൽ ഒരു ഡീലറെങ്കിലും നമുക്ക് കിട്ടിയ എക്സ് ആരാണെന്നും മേനോൻ ആരാണെന്നും കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, ഞാൻ ചെല്ലട്ടെ. ആരും അറിയാതെ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അഞ്ജു, നീ ഒന്ന് വന്നേ, ഒരു കാര്യം പറയട്ടെ. എന്തിനാ നീ ഇങ്ങനെ നടന്ന് ഓടുന്നേ? ആ കിരണും ദുർഗയും തമ്മില് നമ്മൾ അറിയാത്ത എന്തോ ഒരു ഇടപാടുണ്ട്. അതുറപ്പാ. ഈ കാര്യം പലതവണ നമ്മൾ പ്രൂവ് ചെയ്യാൻ നോക്കിയതല്ലേ. അവസാനം നമ്മൾ കുറ്റക്കാരായി എന്ന് കരുതി ഇത് വിട്ടുകളയാൻ പറ്റില്ല. അവർ തമ്മിലുള്ള രഹസ്യബന്ധം നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവന്നേ പറ്റൂ. മുത്തശ്ശിക്കും അച്ഛനും എന്നും അവളല്ലേ റോൾ മോഡല്. നമ്മളൊക്കെ അവളെ കണ്ടു പഠിക്കണമെന്നല്ലേ പറയാറ്. അങ്ങനെ ഒരു ടോക്ക് മേലാലുണ്ടാവാത്ത വിധം ദുർഗയെ നമുക്ക് തെളിവ് സഹിതം പൂട്ടണം. എന്നാലും അവളെ സമ്മതിക്കണം. യാതൊരു മടിയും കൂടാതല്ലേ അവള് നുണ പറയുന്നത്. കിരണുമായി യാതൊരു ബന്ധമില്ലെന്ന് എത്ര വട്ടം ഉറപ്പിച്ചു പറഞ്ഞതാ. അങ്ങനെ കള്ളം പറയാനുള്ള അവളുടെ മിടുക്ക പല സമയത്തും അവളെ രക്ഷിക്കുന്നതും നമ്മളെയൊക്കെ തോപ്പിക്കുന്നതും. വ്യക്തമായ തെളിവുകൾ നിരത്തി അവളെ നമുക്ക് പൂട്ടണം. പക്ഷേ അതിന് നീ എന്റെ കൂടെ നിൽക്കണം. അതിനെന്താ നിനക്ക് സംശയം? എന്തിന് നിന്റെ കൂടെ ഞാനുണ്ടാവും. നീ വാ.